നിന്ന് പോന്നപ്പോ തെളിവുകളൊന്നും കൊണ്ടുവന്നില്ലേ? ഇത് കഴിഞ്ഞിട്ട് പറയാൻ നിൽക്കുന്ന എന്തിനാ? ഇപ്പോഴല്ലേ പറയേണ്ടത്? ഇനി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുമ്പോഴാണോ പറയുന്നത്? അല്ലെ നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ വരണോ? ഇനി അത് വേണമെങ്കിൽ അങ്ങനെയും വരാം. ഈ പ്രശ്നം പരിഹരിക്കാൻ തീർച്ചയായും ഞങ്ങൾ വീട്ടിൽ വരണമെങ്കിൽ അങ്ങനെയും വരാം. നിങ്ങൾ ഇവിടെ തുറന്നു പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കുന്നു, റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കുന്നു എന്ന് നിങ്ങൾ ഇവിടെ തുറന്നു പറഞ്ഞില്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികളായ സ്വഹാബത്തിന്റെ പാതയാണോ അത്? ലോകത്താരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂല് സ്വന്തം കരളിന്റെ കഷ്ണമായ ഫാത്തിമയെ വിളിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു, ഫാത്തിമയുടെ കരളിന്റെ കഷ്ണമാണ്. യാ ഫാത്തിമ ഇഅ്മലി, ഫാത്തിമ നീ നന്നായി അമൽ ചെയ്തു കൊള്ളണം, നീ പ്രവർത്തിച്ചു കൊള്ളണം, റബ്ബിനു വേണ്ടി അമലുകൾ ചെയ്തു കൊള്ളണം. ലാ ഉഗ്നി അൻകി ശൈആ, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റൂല, നീ റബ്ബിന്റെ മാർഗത്തിൽ അമൽ ചെയ്തുകൊണ്ട് ജീവിച്ചു കൊള്ളണം എന്നല്ലേ റസൂലുള്ള പഠിപ്പിച്ചത്? അങ്ങനെയുള്ള റസൂലുള്ളാഹിന്റെ അനുയായികളിലെ നിങ്ങൾ സ്വർഗം ചോദിക്കുമെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ മേടിച്ചുകൊള്ളുക. ഞങ്ങൾക്ക് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കണമെങ്കിൽ ഒന്നുകിൽ അല്ലാഹുവിന്റെ റസൂല് സ്വർഗം ചോദിക്കാം എന്നോടെന്ന് റസൂലുള്ള പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റബിഅ ചോദിക്കണം. അങ്ങനെ റബിഅ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി നിനക്ക് ഞാൻ സ്വർഗം തന്നിരിക്കുന്നു എന്ന് പറയാൻ പറ്റണം. പക്ഷേ അത് രണ്ടും ആ സംഭവത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ആ സംഭവം തിരിയാത്തവരായിരുന്നില്ല സഹാബാക്കളാരും തന്നെ. ഓരോറ്റ സഹാബി പോലും ആ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാൻ പോയിട്ടില്ല. ഫലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാഹ്, നിങ്ങൾ യാ മുഹീദ്ദീൻ, യാ ഗൗസ്, യാ മുഹീദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ രീതിയുണ്ടല്ലോ, ആ മുഹീദ്ദീൻ ശൈഖ് എന്ത് പറഞ്ഞെന്നറിയാവോ? ഫലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി, ആപത്തുകളും വിഷമങ്ങളും സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്നും ആരോടും നിങ്ങൾ സഹായത്തിന് പോകല്ലേ, നിങ്ങൾ അവലാതിപ്പെടല്ലേ. വലാ തുഹിറന്ന വജ്റ ലിഅഹദിൻ വലാ തത്തഹിമന്ന, കണ്ടോ, വലാ തത്തഹിമന്ന റബ്ബക ഫീ ബാത്തിനിക, നിങ്ങൾ അസ്വസ്ഥത പ്രകടിപ്പിക്കരുത്. ലിഅഹദിൻ, ഓരോറ്റയാളോടും. അഹദിൻ ആരൊക്കെ ഒഴിവാകും? ആരെങ്കിലും ഒഴിവാകോ? ലിഅഹദിൻ ഇല്ല. വലാ തത്തഹിമന്ന റബ്ബക, റബ്ബിനെ തെറ്റിദ്ധരിച്ചു പോകല്ലേ. റബ്ബിൽ നിന്ന് സ്വർഗം ചോദിച്ചാൽ കിട്ടൂല എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കല്ലേ. നിങ്ങൾ റബ്ബിലേക്ക് ഹൃദയം തുറന്ന്, നിങ്ങൾ കൊട്ടക്കണക്കിന് പാപങ്ങൾ ചെയ്തവരാണെങ്കിലും അല്ലാഹുവിലേക്ക് സങ്കടം പറഞ്ഞ് റബ്ബിനോട് സ്വർഗം ചോദിക്കണം. ഫീ ബാത്തിനിക, നിന്റെ ഹൃദയത്തിൽ നീ ഒരിക്കലും തെറ്റിദ്ധരിക്കണ്ട. വലാ തശുക്കന്ന ഫീ ഹിക്മതിഹി, അല്ലാഹുവിന്റെ ഹിക്മത്തിൽ നിങ്ങൾ ആരും തന്നെ ഒരിക്കലും സംശയിക്കണ്ട. വഖ്തറിൽ അസ്ലഹ ലക ഫീ ദുനിയാക വആഖിറതക, നിന്റെ ദുനിയാവിലും ആഖിറത്തിലും നീ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കണം. ഇതൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, വേറെയും പല സ്ഥലങ്ങളിൽ അദ്ദേഹം ഈ മനുഷ്യ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ആപത്തിലും വിഷമത്തിലും പ്രയാസങ്ങളിലും ഒക്കെ തന്നെ നിങ്ങൾ അല്ലാഹുവിനോട് സഹായം ചോദിക്കണമെന്നാണ്. ഏറ്റവും അവസാന നിമിഷം വരെ തന്റെ മകന് നൽകിയ ഉപദേശവും നിങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കല്ലേ എന്നാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ലോക ചരിത്രത്തിൽ ഇന്നുവരെ അല്ലാഹുവിന്റെ റസൂലോ സ്വഹാബത്തോ ആരും തന്നെ ഇതുവരെ അല്ലാഹു അല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിച്ചതായി നമുക്ക് കാണാൻ പറ്റും.